നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. പ്രൊസ്റ്റേറ്റ് നീക്കം ചെയ്തതിനുള്ള ശസ്ത്രക്രിയയാണ് അദ്ദേഹത്തിന് നടത്തുന്നത്. 75-കാരനായ നെതന്യാഹു നേരത്തെ ഹെർണിയ ശസ്ത്രക്രിയയ്ക്കും വിധേയനായിരുന്നു. ഈൻ കറേമിലെ ഹദാസ മെഡിക്കൽ സെൻ്ററിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. പതിവ് പരിശോധനയ്ക്കിടയിലാണ് നെതന്യാഹുവിന് ഹെർണിയ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ വിശദമായ പരിശോധനയ്ക്കിടയിലാണ് നെതന്യാഹുവിന് പ്രൊസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുള്ളതായി ഡോക്ടർമാർ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടിയന്തര ശസ്ത്രക്രിയ നടത്തണം എന്നാണ് ഡോക്ടർമാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അതേ തുടർന്നാണ് നെതന്യാഹുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയ മിക്കവാറും ഇന്ന് തന്നെ നടന്നേക്കും എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രമരഹിതമായ ഹൃദയമിടിപ്പിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹത്തിന് പേസ് മേക്കറും ഘടിപ്പിച്ചിരുന്നു. തൻ്റെ സ്വകാര്യ വസതിയിൽ വിശ്രമിക്കുന്ന വേളയിലാണ് അന്ന് അദ്ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഇത് കടുത്ത ചൂട് കൊണ്ട് ഉണ്ടായതാണെന്നാണ് ആദ്യം കരുതിയത് എങ്കിലും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളും ഉള്ളതായി അന്ന് ഡോക്ടർമാർ വിലയിരുത്തി. അതേ തുടർന്നാണ് അദ്ദേഹത്തിന് പേസ് മേക്കർ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന നെതന്യാഹുവിൻ്റെ ആരോഗ്യ നില പൂർണ്ണമായും തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നേരത്തെ അദ്ദേഹം ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സമയത്ത് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ ഉപപ്രധാനമന്ത്രിയെയാണ് ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടുള്ളതായി യാതൊരു ഔദ്യോഗിക അറിയിപ്പും പുറത്ത് വന്നിട്ടുമില്ല. പശ്ചിമേഷ്യയിൽ സംഘർഷം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നെതന്യാഹു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. 4 ഭാഗത്തു നിന്നും ശത്രുക്കൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമ്പോൾ അവയെ സമർത്ഥമായി നേരിടുന്ന കാര്യത്തിൽ എക്കാലത്തും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള നേതാവ് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് തന്നെ നെതന്യാഹു പെട്ടെന്ന് ആശുപത്രിയിലെത്തുകയും ചികിത്സയ്ക്ക് വിധേയമാവുകയൊക്കെ ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണോ എന്ന് പല ആളുകളും സംശയം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ചുമതലകളും സൈന്യത്തെയും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനെയും ഒക്കെ തന്നെ ഏൽപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളെ മുഴുവൻ ഇല്ലാതാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയും എല്ലാം തന്നെ ഒതുക്കുന്നതിൽ നെതന്യാഹു പൂർണ്ണ വിജയം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹൂതി മുതർക്ക് നേരെയും അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും യമനിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത്. 25ഓളം യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. ഇതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിശ്രമിക്കുന്ന വേളയിലാണ് ആക്രമണം നടന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ ഈ വിമാനത്താവളം ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് തങ്ങൾ ആക്രമിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ തലവനെ ലക്ഷ്യമിട്ടല്ല, അവിടെ ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവളം ആക്രമിച്ചത് എന്നാണ്. ഏതായാലും നെതന്യാഹുവിൻ്റെ ശസ്ത്രക്രിയ അത്ര ഗുരുതരമായ ഒന്നല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രി വിടാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.